അപ്പൊ മക്കളെ, ഞാൻ ഇന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തുള്ള ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ നമ്മുടെ കോളേജ് ഒരു 50 വർഷമായിട്ടുള്ള കോളേജാണ് കേട്ടോ. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമുക്ക് കോളേജിന്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കോളേജിന്റെ പോളിടെക്നിക്കിന്റെ ബ്ലോക്ക് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ പോളിടെക്നിക്കിന്റെ ക്ലാസ് റൂംസ് വരുന്നത് കേട്ടോ. നമ്മുടെ പോളിടെക്നിക്കിൽ 6 ഡിപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നമുക്ക് സിവിൽ വരുന്നുണ്ട്, ഓട്ടോമൊബൈൽ വരുന്നുണ്ട്, നമുക്ക് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറെ കോളേജിൽ ഇല്ലാത്തൊരു പുതിയൊരു കോഴ്സാണ് ടൂൾ ആൻഡ് ഡൈ. ഇപ്പോ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഒരു കോഴ്സാണ്, കൂടുതലായിട്ട് സ്കോപ്പുകളൊക്കെ വരുന്ന ഒരു കോഴ്സാണ്. അതുപോലെ ഈ വർഷം നമുക്ക് ഇവിടെ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മുടെ പോളിടെക്നിക് കീഴിൽ നമുക്ക് ഈ കോളേജിൽ വരുന്നത്. ഇതാണ് നമ്മളുടെ കോളേജിന്റെ ലാബ് ഫെസിലിറ്റി വരുന്നത് കേട്ടോ. മോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് വരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള കോഴ്സസ് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ നമ്മളുടെ കോളേജിന്റെ ലൈബ്രറി വരുന്നത്. അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ബുക്സും നമ്മളുടെ കോളേജ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിന്റെ, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്ന ഇന്നോവേഷൻ സെന്റർ. അപ്പോൾ ഇവിടെ പ്രത്യേകത അറിയാൻ കഴിഞ്ഞത് കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സപ്പോർട്ട് നമ്മുടെ കോളേജിന്റെ ഭാഗത്തുനിന്ന്, മാനേജ്മെന്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കൂടെ ഉള്ളത് നമ്മളുടെ ഇന്നോവേഷൻ സെന്റർ കൈകാര്യം ചെയ്യുന്ന സാറാണ്. സാർ ഇവിടുത്തെ ഫോമർ സ്റ്റുഡന്റ് ആയിരുന്നു, മെൽവിൻ എന്നാണ് പേര്. അപ്പൊ സാറ് കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കും. അപ്പൊ സാർ എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത എന്ന് ഷെയർ ചെയ്യാം? നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡീഷണലി ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നിലവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പിള്ളേർ ഈ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അവരെ വെറുതെ ഒരു ഡിഗ്രി മാത്രം പഠിപ്പിച്ചിട്ട് അയക്കാതെ അവർക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു സ്കില്ല് ഈ കോളേജിന്റെ ഭാഗത്തു നമ്മൾ അവരിലേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വർഷം പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഇവർ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാൻ വേണ്ടി പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ള ആശയത്തോടെ കുറെ സ്റ്റുഡൻസ് വരും. അപ്പൊ ഇവരെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഫസ്റ്റ് ഇയർ മുതലേ അതിന് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പും അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും, ഇനി അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോളേജിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനും അതിനാവശ്യമുള്ള ഫണ്ട് നമ്മൾ കോളേജിൽ നിന്ന് തന്നെ കൊടുക്കും. നല്ല നല്ല ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ, പേറ്റന്റബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ഫണ്ട് കൊടുക്കും. ഇനി ഒത്തിരി നല്ല രീതിയിലുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ IEDC, അതായത് ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് 2 ലക്ഷം രൂപ വരെ സ്റ്റുഡൻസിന് കിട്ടാൻ പറ്റുന്ന ഒരു സ്കീമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വിടും. അപ്പൊ ഈ കാണുന്നതൊക്കെ സ്റ്റുഡൻസ് ഇവിടെ തന്നെ ചെയ്യുന്ന ഓരോ പ്രൊജക്ട്സ് ആണ്. അവർക്കിപ്പം നമ്മൾ 4 മണി മുതൽ 5 മണി വരെയുള്ള ടൈമിൽ നമ്മളെ ഇവിടുത്തെ ഒരു ഇന്നോവേഷൻ ടൈമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമില് ഒരു ക്ലബ്ബ് പോലെ എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ വന്നിരിക്കുകയും അവർക്ക് ഈ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് ബിൽഡ് ചെയ്യാൻ, എങ്ങനെ ഒരാളെ പോയി കാണണം, ഒരു ഇൻവെസ്റ്ററെ എങ്ങനെ പോയി കാണണം, എങ്ങനെ അവരെ പോയി അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെ പൈസ വാങ്ങണം, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അവർക്കത് ഡെവലപ്പ് ചെയ്യാം, സ്വന്തമായിട്ട് കമ്പനികൾ ഉണ്ടാക്കാം. ഇപ്പൊ CEO, CFO അങ്ങനെ ഓരോ പൊസിഷൻസിൽ അവർക്ക് തന്നെ ആകാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈൽഡെക്സ് എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ. ഞങ്ങൾ ഓൾ കേരള ഞങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റേഴ്സ് പോകാൻ പറ്റും. അപ്പം ഏതൊരു കുന്നും മലയും നമുക്ക് അനായാസം കയറി പോകാൻ പറ്റും. അതിന്റെ ഒരു പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അതിന്റെ ഒരു റിസർച്ചും ഡെവലപ്മെന്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചൈനയ്ക്ക് പോയിട്ട് ഫർദർ ഡെവലപ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം പിന്നെ നമ്മളുടെ ഇത് വരുന്നത് എഞ്ചിനീയറിംഗിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻലി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള മേജർ ഫീൽഡ്സ് ഒക്കെ നമുക്കുണ്ട്. അതല്ലാതെ നമുക്ക് ഡിപ്ലോമയിലും ഈ പറയുന്ന കുറെ സെക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ഡിപ്ലോമയും എഞ്ചിനീയറിംഗും ഈ ഒരു ക്യാമ്പസിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാബിനൊരു കുറവില്ല. ഇവിടെ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളും ലാബുകളും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനാണെങ്കിൽ പോലും ഒരു സ്റ്റുഡന്റിന് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഇതാണ് നമ്മളുടെ കോളേജിന്റെ ആർട്സ് ആൻഡ് സയൻസ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ട് നമ്മുടെ സയൻസ് സ്ട്രീമിന്റെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് ആർട്സ് സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാ കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ മൈക്രോബയോളജി, അതുപോലെ ഫുഡ് ടെക്നോളജി, സൈക്കോളജി, സുവോളജി, അങ്ങനെയുള്ള എല്ലാ കോഴ്സസും, സയൻസ് സ്ട്രീമിന് വരുന്ന എല്ലാ കോഴ്സസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജ് ഏതാണെന്ന് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റും ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മളുടെ കോളേജിന്റെ ആർട്സ് കോളേജിലാണ് കേട്ടോ. അതായത് നമ്മുടെ BBA BCA പോലുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് റൂംസ് ആണ്. നമുക്ക് ജസ്റ്റ് ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ എല്ലാം തന്നെ ഹൈടെക് ക്ലാസ് റൂംസ് ആണ് വരുന്നത്. നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഫെസിലിറ്റി, നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടെ കൊടുക്കുന്ന ഒരു കോളേജാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മളുടെ കോളേജിന്റെ കമ്പ്യൂട്ടർ ലാബ് വരുന്നത് കേട്ടോ. നമ്മുടെ BCA കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കമ്പ്യൂട്ടർ ലാബ്. നോർമലി നമ്മളുടെ എല്ലാ കോളേജുകളിലും 5 അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ചില കോളേജുകളൊക്കെ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും കമ്പ്യൂട്ടറാണ് നമ്മളുടെ ലാബിൽ അവർ കൊടുക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒത്തിരി സ്റ്റുഡൻസിന് അവർക്കത് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു നോക്കാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഡിഗ്രി കോഴ്സിന്റെ കൂടെ പ്രൊഫഷണൽ ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ആഡ് ഓൺ കോഴ്സസും ഉണ്ട് കേട്ടോ. നമ്മളുടെ AI, അതുപോലെ സൈബർ സെക്യൂരിറ്റി BCAയുടെ കൂടെ തന്നെ, അതുപോലെ BBAയുടെ കൂടെ ഏവിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ BBA ഏവിയേഷനിൽ നമ്മളുടെ കൊച്ചിൻ എയർപോർട്ടിലാണ് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മക്കളെ നമ്മളുടെ ആർട്സ് ആൻഡ് സയൻസിൽ വരുന്ന ലൈബ്രറി കേട്ടോ. അവർക്ക് മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് ലൈബ്രറി ആണ്. അപ്പോൾ നമ്മുടെ കോളേജ് വരുന്നത് MG യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. യൂണിവേഴ്സിറ്റി വരുന്ന MG യൂണിവേഴ്സിറ്റിയാണ്. ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ ഫെസിലിറ്റിയും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ജിമ്മിന്റെ ഫെസിലിറ്റി നമുക്ക് കോളേജിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള ജിം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഇതിൽ ഏതൊരു ഫീൽഡാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നഴ്സിംഗ്, പാരാമെഡിക്കൽ, അതുപോലെ മാനേജ്മെന്റ് കോഴ്സ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതുപോലെ എനി ഫീൽഡ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.